पूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्। स्वामिये शरणमय्यप्पा। ബഹൻജി, ഞങ്ങളുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഓം ശാന്തി. മണ്ഡലവ്രതകാലത്ത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വളരെ കർക്കശമായൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിലും ഒരു കർക്കശത അല്ലെങ്കിൽ നിയന്ത്രണം വേണ്ടി വരുന്നത് എപ്പോഴാണ് നമ്മൾ നിയമങ്ങൾ കൈവിടണം. നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ നോക്കൂ, റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ അവിടെ ട്രാഫിക് സിഗ്നലുകൾ വെച്ച് നമ്മുടെ വണ്ടിയുടെ വേഗത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ ലൈറ്റുകളുണ്ട്. അപ്പോൾ എത്ര സ്പീഡിൽ പോകുന്നവരാണെങ്കിലും എത്ര അത്യാവശ്യത്തിന് പോകുന്നവരാണെങ്കിലും ട്രാഫിക് സിഗ്നൽ കണ്ടാൽ എന്ത് ചെയ്യണം? വണ്ടി പാലിക്കണം. പണ്ട് ഇതുപോലെ നമ്മുടെ റോഡുകളിൽ നിന്നും ട്രാഫിക് സിഗ്നൽസ് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എല്ലാവരും അവരവരുടേതായ നിയന്ത്രിതമായ സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോയിരുന്നത്. പക്ഷേ ഇപ്പം നോക്കൂ, ജംഗ്ഷൻ തോറും സിഗ്നൽ ലൈറ്റുകളുടെ എണ്ണം കൂടി വരിക. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അമിത വേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളുടെ എണ്ണം കൂടും. അപ്പം അതേപോലെ ഭക്ഷണ കാര്യത്തിൽ നമ്മുടെ പൂർവികർ വ്രതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തന്നു. അർത്ഥം തന്നെ എന്താണ്? അതിൽ നമ്മൾ എന്ത് തിരിച്ചറിയണം? ഭക്ഷണ കാര്യത്തിലുള്ള നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ നിയന്ത്രണ കാര്യം നമ്മളുടെ മേലെ ഈ ഭഗവാന്റെ പേരിൽ പറയുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ. അല്ലാതെ നിയന്ത്രണം പാലിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ ഷുഗർ വന്നാൽ തന്നെ ഡോക്ടർ നമ്മളോട് പറയണം മരുന്നിനോടൊപ്പം ആഹാരത്തിൽ പഥ്യം പാലിക്കണം. എന്നാൽ പോലും എന്ത് ചെയ്യും? പിന്നെയും മധുരം കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തിരി ആസക്തി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ മറന്നുപോകും രോഗിയാണെന്നും ഡോക്ടർ പറഞ്ഞതും പഥ്യമെല്ലാം ഒരു ഗുളികയും കൂടെ എക്സ്ട്രാ കഴിക്കുക വിചാരിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ കർക്കശത്തിനുപരി നിയന്ത്രണം ഇത് നമുക്ക് മനുഷ്യർക്ക് വേണ്ടി വരണം. അതേസമയം മൃഗങ്ങളെ പോലും നോക്കൂ, അവർക്ക് അവരുടേതായ ഒരു നിയന്ത്രണമുണ്ട്. അവർക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണം അവർ കഴിക്കുള്ളൂ. മാടുകളെ നമ്മളൊരു പറമ്പിലേക്ക് അഴിച്ചു വിട്ട് നോക്കൂ, ഓരോ ഇലകളത് മണത്ത് നോക്കും. അതിന് വേണ്ടാത്തത് അത് കഴിക്കില്ലേ? അത് താനെ പിന്മാറും. അതുപോലെ എന്തെങ്കിലും അസുഖം ഈ മൃഗങ്ങൾക്ക്, പശു തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ വീട്ടിൽ, അതിനെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് സ്വയം ഉപവാസം എടുക്കും. അതിന് നമ്മൾ പിന്നെ എത്ര തന്നെ വെള്ളം കൊണ്ട് കൊടുത്താലും പുല്ല് കൊണ്ട് കൊടുത്താലും അത് കഴിക്കില്ല അന്നത്തെ ദിവസം. അത് സ്വയം ഉപവാസം അനുഷ്ഠിച്ച് അതിൻ്റെ രോഗത്തെ അത് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധിയില്ല, നമുക്ക് മനുഷ്യർക്കാണ് ഉള്ളത്. നമുക്ക് മനുഷ്യർക്ക് വിശേഷ ബുദ്ധി ഉണ്ടായിട്ടും എന്താ കാര്യം? നമ്മളതിനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യ കാര്യത്തിൽ, നമുക്ക് വിവേകപൂർണ്ണമായി ജീവിക്കേണ്ട കാര്യത്തിൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? അതുകൊണ്ട് നമ്മുടെ പൂർവികർ ഈ വ്രതത്തിൻ്റെ പേരിൽ, ഭഗവാന്റെ പേരിൽ ഇങ്ങനെയുള്ള ഭക്ഷണ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും നമുക്ക് നിയന്ത്രണം കൊണ്ടുവന്ന് തന്നത് യഥാർത്ഥത്തിൽ നിയന്ത്രണം വിട്ട നമ്മുടെ ജീവിതത്തെ വീണ്ടും നിയമബദ്ധമാക്കി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാനുള്ള ഒരു പാത നമുക്ക് ഒരുക്കി തരികയാണ്. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇതായിട്ട്. അപ്പോൾ എന്ത് കഴിക്കാൻ പാടും, എന്ത് പാടില്ല? ആഹാരം ആഹരിക്കുക എന്നുള്ളതാണ്, സ്വീകരിക്കുക. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആഹാരം നമ്മൾ വായിൽ കൂടി മാത്രമല്ല കഴിക്കുന്നത്, നമ്മൾ കണ്ണുകൊണ്ടും ആഹാരം കഴിക്കുന്നുണ്ട്, കാതുകൊണ്ടും ആഹാരം കഴിക്കുന്നുണ്ട്, പിന്നെയാണ് നാവിൻ്റെ ആഹാരം. അതിനൊക്കെ ആഹാരം തന്നെയാണ് പറയുക. ആഹരിക്കുക, സ്വീകരിക്കുക. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ പോവുക. എന്ത് കാണുന്നു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ലേ, മറ്റുള്ളവരോട് പറയില്ലേ? അതിൻ്റെ അർത്ഥം എന്ത് സ്വീകരിച്ചോ അതാണ് പിന്നെ നമ്മൾ പറയില്ലേ, ഇൻപുട്ട് അനുസരിച്ചിരിക്കും ഔട്ട്പുട്ട്.
അപ്പം നമ്മൾ കാണുന്നത് എന്താണോ, കേൾക്കുന്നത് എന്താണോ, അതിൻ്റെ ചിന്തകൾ നടക്കും. അതിനനുസരിച്ചാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും പെരുമാറ്റവും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നാവിലൂടെ കഴിക്കുന്നത് മാത്രം, വായിൽ കൂടി കഴിക്കുന്നത് മാത്രമല്ല, കണ്ണും കാതും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്രതകാലത്ത് അതുകൊണ്ടാണ് നമ്മളോട് പറയണേ ആഹാര കാര്യത്തിൽ നിയന്ത്രണം. അർത്ഥം ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എന്തൊക്കെ എടുക്കുന്ന ഓരോന്നിലും നിയന്ത്രണം വേണം. അപ്പം നോക്കണം, നിങ്ങളെല്ലാവരും എല്ലാവരുടെയും കാതിൽ പൂക്കളുണ്ടല്ലോ. ഈ പൂ എന്തിനായി കാതിൽ വെച്ചിരിക്കണേ? എന്ത് കേൾക്കാൻ പാടുണ്ട്? കാതിലൂടെ എന്ത് ആഹരിക്കണം? പൂവിന് സമാനമായത് കേൾക്കൂ. എൻ്റെ അർത്ഥം എന്താണ്? സുഗന്ധമുള്ളത്, സൗരഭ്യമുള്ളത്, നല്ലത് മാത്രം കേൾക്കുക. ഇതൊരു പുതിയ അറിവാണ്. കാരണം ഇവർ ചോദിക്കാറുണ്ട്, പ്രസാദം വാങ്ങിയിട്ട് പൂ വയ്ക്കും, സ്ത്രീകളാണെങ്കിൽ ഇവിടേക്കും ഞങ്ങളിവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്കതിനൊരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ കാതിലൂടെ കേൾക്കുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് സുഗന്ധം നൽകുന്നതായിരിക്കണം, മറ്റുള്ളവർക്കും സുഗന്ധം കൊടുക്കുന്നതായിരിക്കും. പൂ പോലെ, അർത്ഥം മുള്ളു പോലെ ആകരുത്. നമുക്ക് സ്വയം വേദനിക്കേണ്ടി വരിക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനോ പറയാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. അപ്പോൾ ഈ ആഹാരങ്ങളിലെല്ലാം നമുക്ക് കൺട്രോൾ വേണം. പ്രത്യേകിച്ചും നമ്മൾ വായിൽ കൂടി കഴിക്കുന്നത്. നമ്മൾ ഭക്ഷണം എന്തിനാ കഴിക്കണം? ഭക്ഷണം എന്തിനാ കഴിക്കണം? നിലനിൽപ്പിന് നമുക്ക് ഊർജ്ജം വേണം. ഊർജ്ജത്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം. തടി വയ്ക്കാനല്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അല്ല, അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഊർജ്ജത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഊർജ്ജമടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഊർജ്ജമടങ്ങിയ ഭക്ഷണം ഏതാണ്? മണ്ണിന് മുകളിൽ വിളയുന്നവ. സൗരോർജ്ജത്തെ അങ്ങനെ സംഭരിച്ച് വയ്ക്കാനുള്ള കഴിവ്, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കഴിവുള്ളത് സസ്യങ്ങളിലാണ് കൂടുതൽ. അല്ലേ, നമുക്കതിനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അവ ശേഖരിച്ച ഊർജ്ജം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിന് മുകളിൽ വിളയുന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ ശരീരം ഇത് പ്രകൃതിയുടെ 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആണല്ലോ. നമ്മൾ പറയില്ലേ, ഇത് പ്രകൃതി മാതാവിൻ്റെ ദാനമാണ്, വരദാനമാണ്. അപ്പം നമുക്ക് ലഭിച്ച ഈ ശരീരത്തിന്, തത്വനിർമ്മിതമായ ഈ ദേഹത്തിന് എന്ത് വേണം? തത്വങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം വേണം, വിശക്കുമ്പോൾ ഭക്ഷണം വേണം. പക്ഷെ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം? ഈ തത്വങ്ങളിൽ, പ്രത്യേകിച്ചും മണ്ണിൻ്റെ മുകളിൽ വിളയുന്നവ കൂടുതലും, മണ്ണിൻ്റെ അടിയിൽ വളരുന്ന കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം കുറച്ച്. ആ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും എല്ലാം തന്നെ ധാന്യങ്ങളിലും നമ്മുടെ ഈ ശരീരത്തിന് നിലനിർത്താൻ വേണ്ടുന്ന ഊർജ്ജം, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഊർജ്ജം നമുക്കതിലൂടെ ലഭിക്കും. പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഊർജ്ജത്തിന് വേണ്ടി മാത്രമാണോ? ടേസ്റ്റ്, രുചിക്ക് വേണ്ടിയിട്ട്. രുചി എത്ര സ്ഥലത്തേക്ക് രുചി ഫീൽ ചെയ്യും നമുക്ക്? തൊണ്ടവരെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? രുചിക്ക് കഴിക്കുന്നത് വായിലിട്ട് ചവച്ച് തുപ്പിക്കളയാം. ഇങ്ങോട്ട് ഇറക്കാതിരിക്കുക. ഇങ്ങോട്ട് ഏതേ ഇറക്കാൻ പാടുള്ളൂ? ഇത് ക്ഷേത്രമാണ്. ഇതിനുള്ളിലൊരു മൂർത്തി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിനും മൂർത്തിക്കും യോജിച്ചത് മാത്രമേ ഭക്ഷിച്ചിട്ട് നമ്മൾ ഇറക്കാൻ പാടുള്ളൂ. ടേസ്റ്റിന് മാത്രം കഴിക്കുകയാണെങ്കിൽ, ഒരിക്കലൊരു സഹോദരൻ പറയുകയുണ്ടായി, സിസ്റ്ററെ, ഒരു സ്വാമിജി ഉണ്ട്, ചികിത്സകനായൊരു സ്വാമിജി, നല്ല ആയുർവേദ ചികിത്സ ചെയ്യണം. അപ്പോൾ സ്വാമിജി എപ്പോഴും പറയും, നിങ്ങൾ ടേസ്റ്റിനാണ് കഴിക്കുന്നതെങ്കിൽ വായിലിട്ട് കഴിച്ചോളൂ, വായിലിട്ട് ചവച്ചോളൂ, ചവച്ചതിന് ശേഷം തുപ്പിക്കളയൂ, ഇങ്ങോട്ട് ഇറക്കാതിരിക്കൂ. കാരണം ഇങ്ങോട്ട് ഇറക്കിയാൽ എന്തായി? അത് ഈ ശരീരത്തിനെയും കേടുവരുത്തും, മനസ്സിനെയും കേടുവരുത്തും. കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അന്നം പോലെ മനം എന്നാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും, മാനസിക ആരോഗ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന ഭക്ഷണം മനസ്സാകുന്ന മൂർത്തിക്കും ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിനും യോജിച്ചതായിരിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ എന്താ നിവേദ്യം വയ്ക്കണം? മൂർത്തിക്ക് നിവേദ്യം വയ്ക്കുന്നത് സാത്വികമായ ഭോജനമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലും എന്ത് കൊടുക്കണം? സാത്വികമായ ഭക്ഷണം കൊടുക്കണം. സാത്വിക ഭക്ഷണം, അത് ഈ ക്ഷേത്രത്തിന് യോജിച്ചത്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കറിയാം, ഉള്ളി വെളുത്തുള്ളി പോലും, മത്സ്യം മാംസം മുട്ട അങ്ങനെയുള്ളത് തമോ ഗുണി ആഹാരങ്ങളാണ്. അത് നമ്മൾ ഗീതയിൽ കേട്ടിട്ടുണ്ട്, ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ശ്രീകോവിലിനുള്ളിൽ നിവേദ്യം വയ്ക്കുന്ന സമയത്ത് ഉള്ളി വെളുത്തുള്ളി പോലും ഉപയോഗിക്കില്ല. അതിനെ രജോ ഗുണി എന്നാണ് പറയുന്നത്, രജോ ഗുണി. അപ്പം നമ്മുടെ ഭക്ഷണ രീതിയിലും ഈ ക്ഷേത്രത്തിന് യോജിച്ച ഭക്ഷണം വേണം നമ്മൾ നിവേദ്യം വയ്ക്കാൻ. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും എന്താ നിവേദ്യം വയ്ക്കണം ഈ ക്ഷേത്രത്തിൽ? തോന്നണത് എന്ത് ഇഷ്ടമുണ്ടോ രുചിയും മണവും ഒക്കെ നോക്കിയിട്ട്. രുചിക്കും മണത്തിനാണ് കഴിക്കണേ.
നമ്മൾ ആരോഗ്യത്തിനോ ഊർജത്തിനോ അല്ല കഴിക്കണം. അവിടെ നമുക്ക് നിയന്ത്രണം ആവശ്യം. സ്വാമി ആദ്യം ചോദിച്ചില്ല എന്തുകൊണ്ടാണ് കർക്കശ്യം. അപ്പം നമുക്ക് ആ കർക്കശത പൂർവികർക്ക് ഏർപ്പെടുത്തി തരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നിറത്തിൻ്റെയും മണത്തിൻ്റെയും രുചിയുടെയും പിന്നാലെ നിയന്ത്രണം വിട്ട് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഈ നിയന്ത്രണം വിട്ട ജീവിതമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എത്ര രോഗങ്ങളാണ്? സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയാറുണ്ട്. മനസ്സിൽ നിന്ന് ശരീരത്തിന് രോഗം, ശരീരത്തിൽ കഴിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ, 2 തരത്തിലെ രോഗങ്ങളെന്ന് ഡോക്ടർമാർ പറയണം. ഒന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനസ്സിൽ നിന്ന് ആദിയിൽ നിന്നുള്ള വ്യാധി. രണ്ടാമത്തത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ട് കഴിക്കുന്നതിൽ, കുടിക്കുന്നതിൽ, ഉറങ്ങുന്നതിൽ, ഇവയിലെല്ലാം വന്ന തലകീഴായ ജീവിതശൈലി കൊണ്ട് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിന്, ഇതിനുള്ളിലിരിക്കുന്ന മൂർത്തിക്ക് യോജിച്ച ആഹാരം കഴിക്കുക. പനിയും അതേപോലെ, കുടിക്കുന്നതും അതേപോലെ. ഭഗവാന് ശ്രീകോവിലിൽ നമ്മൾ അഭിഷേകം, നെയ്യഭിഷേകം ചെയ്യും. പാട്ട് തന്നെ ഉണ്ടല്ലോ, നെയ്യഭിഷേകം സ്വാമിക്ക് അല്ലേ. നെയ്യും പാലും എല്ലാം ഭഗവാൻ അഭിഷേകം ചെയ്യും. ഈ ക്ഷേത്രത്തിൽ എന്താ നമ്മൾ അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിലേക്ക് അഭിഷേകം എന്താ ചെയ്യാറില്ല എന്ന്? പലതും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് യോജിച്ചതാണോ? അപ്പം കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുക, കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കുക. അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് എന്ത് അഭിഷേകവും നടത്താം. അതിൻ്റെ തിക്തഫലമാണ് നമുക്കിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 80 മുതൽ 90% വരെയുള്ള രോഗങ്ങൾ. പിന്നെ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ നോക്കിക്കോളൂ, സുഗന്ധപൂരിതമാക്കാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി കൊളുത്തി വയ്ക്കും, കർപ്പൂരാരതി കാണിക്കും. ഇവിടെ എന്താ ആരതി നടക്കണം? സ്മോക്കിംഗ്. ഇവിടെ എന്താ ആരതി? സിഗരറ്റ് ആരതി, അല്ലെങ്കിൽ ബീഡി ആരതി. പിന്നെ അതുകൊണ്ട് നിൽക്കണില്ലല്ലോ. സിഗരറ്റും ബീഡി, കഞ്ചാവ്, എന്തെല്ലാം ലഹരി വസ്തുക്കളാണ്. ലഹരി വസ്തുക്കൾ വളരെ മോശമായിട്ടുള്ളത്. അതിപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ വളരെ ചെറുപ്രായക്കാർക്ക് പോലും അത് പരവിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഒരു വളരെ ദുഃഖാർത്ഥമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ മൂർത്തിയോടും ഈ ക്ഷേത്രത്തോടും എത്രത്തോളം അശുദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതചര്യ കാരണം നമ്മൾ ഈ ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ ആരോഗ്യത്തെ എത്രത്തോളമാണ് കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമഭാഗ്യശാലികളാണ്. വ്രതത്തിൻ്റെ പേരിൽ മണ്ഡലകാലത്തിൽ പൂർവികർ തന്ന ഈ ദിനചര്യ അനുസരിച്ച് നമ്മളൊരു നിയന്ത്രണമുള്ള ജീവിതം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, 41 ദിവസത്തെ ഈ ദിനചര്യയിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, എവിടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണോ മാറ്റം കൊണ്ടുവരും. ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണേ? സ്റ്റോപ്പ്, സ്റ്റോപ്പ്, ദെൻ ചെക്ക് ആൻഡ് ചേഞ്ച്. അതിനാണ് ട്രാഫിക് സിഗ്നലിൽ നമ്മളെ കൊണ്ട് വണ്ടി നിർത്തിക്കണം. സ്റ്റോപ്പ് ചെയ്യൂ, നോക്കൂ മീറ്റർ ബോർഡിലേക്ക്, വണ്ടി എത്ര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കണം. നിയന്ത്രിത സ്പീഡ്, എൻ്റെ കൺട്രോളിൽ നിൽക്കോ വണ്ടി. 60-70 വരെ ഇപ്പം നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. 70 കൂടി എന്താ സംഭവിക്കണം? വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ നമുക്ക് ബ്രേക്കിൽ കാല് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ടു പോകും. അതുകൊണ്ടാണ് നിയന്ത്രിത സ്പീഡ് വെച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ നോക്കൂ, ജീവിതം ഒരു യാത്രയാണല്ലോ. അതുകൊണ്ട് ഈ ശബരിമല യാത്രയിൽ ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? മക്കളെ, ജീവിതവും ഒരു യാത്രയാണ്. ജീവിതയാത്രയിൽ എവിടെയെങ്കിലും അനിയന്ത്രിതമായ സ്പീഡിൽ പോകണുണ്ടോ? സോ സ്റ്റോപ്പ്, ചെക്ക്. ആരെ പരിശോധിക്കണം? സ്വയം. കൂടെയുള്ളവരല്ല. ഭാര്യ എന്ത് ചെയ്യണു, ഹസ്ബൻഡ് എന്ത് ചെയ്യണു, അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യണു, അവർ നിയന്ത്രിത സ്പീഡിൽ പോകണുണ്ടോ? അവരെ നിയന്ത്രിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ആദ്യം സ്വനിയന്ത്രണം. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, നമ്മളെ കണ്ടിട്ട് നമ്മുടെ ഭാര്യ പ്രാക്ടിക്കലി നേരെ മറിച്ചാണ് കാണുന്നത്. ഇപ്പോൾ സ്വയത്തിന് പകരം മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നതും ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ ധാരണ എന്താണ്? തെറ്റായ ഒരു ധാരണ ഉറച്ചിട്ടുണ്ട്. മറ്റുള്ളവരെയാണ് നന്നാക്കേണ്ടത്, ഞാൻ നന്നാവണം എന്നുള്ള ബോധം ശരിയാണ് എപ്പോഴും. അതെ. അപ്പം അതുകൊണ്ട് ഈ മണ്ഡലകാലം ഭഗവാൻ നമുക്ക് എന്തിനാ തന്നെ? സ്വയം നിരീക്ഷിക്കാൻ, ആത്മനിരീക്ഷണത്തിന്. നമുക്ക് കണ്ണാടിയിൽ നോക്കണം. കണ്ണാടി വേണം, എന്നാലേ നോക്കാൻ പറ്റൂ. സെൽഫ് കറക്ഷൻ. കണ്ണാടി ഏതാണ്? ജ്ഞാനത്തിൻ്റെ ദർപ്പണം.
അറിവ്. അതിനാണ് സത്സംഗത്തിൻ്റെ ആവശ്യകത. അതുകൊണ്ട് പൂർവികരെന്താ പറഞ്ഞിരുന്നത്? സത്സംഗം നിത്യേന. ഇപ്പം നോക്കൂ, നമ്മൾ ഈ നിത്യ സത്സംഗത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണാടിയിൽ നോക്കാൻ കഴിയുന്നുണ്ടോ? ജ്ഞാനത്തിൻ്റെ ഈ ചർച്ച നമ്മൾ ചെയ്യുന്നത് കാരണം എന്തെങ്കിലും ഉപകാരമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവരോട് സംസാരിക്കായിരുന്നു. ഞങ്ങൾ വേറെ പ്രോഗ്രാം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ, സത്സംഗം വെക്കാം, അതും സിസ്റ്ററെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിലർ, ഇപ്പോൾ ഇവിടെ അല്ല, വേറെ ഞങ്ങളുടെ ഇതിൽ സംഘത്തിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും ഭയങ്കര മിസ്റ്റേക്കായി പോയെന്നെ അത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അവർക്ക് ആ ഗുണം ഇപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങി. അപ്പം നിത്യ സത്സംഗം അതുകൊണ്ടാണ് പൂർവികർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അതിന് സമയമില്ലല്ലോ. അപ്പം സത്സംഗം ഒരു കണ്ണാടിയുടെ ജോലി ചെയ്യും. ഈ കണ്ണാടിയിൽ നോക്കി നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മുടെ മുഖം, ഡ്രസ്സെല്ലാം ശരിയാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന ദർപ്പണത്തിൽ നമുക്ക് ആന്തരിക ലോകത്തെ ദർശിക്കാൻ കഴിയും. ആ ലോകത്തിൽ നമുക്ക് തിരുത്തൽ കൊണ്ടുവരാൻ കഴിയും. അപ്പം ആ ഒരു തിരുത്തലിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അല്പസമയം സ്റ്റോപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാനും നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവരവരുടെ ഇരിപ്പിടത്തിൽ നിവർന്നിരിക്കുക. അല്പസമയം നമുക്ക് ജ്ഞാനത്തിൻ്റെ ദർപ്പണത്തിൽ ആത്മനിരീക്ഷണം നടത്താം. ഈ മണ്ഡലകാല വ്രതം കലിയുഗ വരദൻ്റെ വരദാനമാണ്. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ മനസ്സെന്ന ചൈതന്യമൂർത്തി കുടികൊള്ളുന്നു. വ്രതകാലത്ത് ദിവസവും രാവിലെ ഉണർന്ന് ശരണഘോഷത്തോടുകൂടി അയ്യപ്പന് ഞാൻ ആരതി കാണിക്കുന്നു, നിവേദ്യം സമർപ്പിക്കുന്നു. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ തത്വമസി പൊരുളായി കുടികൊള്ളുന്ന ആത്മചൈതന്യം ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ എന്താണ് നിവേദ്യം വയ്ക്കാറുള്ളത്? അവരവരുടെ നിത്യേനയുള്ള ദിനചര്യ, പ്രഭാതം മുതലുള്ള ദിനചര്യ ശ്രദ്ധിക്കൂ. 3 നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിനും മൂർത്തിക്കും യോജിച്ച ആഹാരവും പാനീയങ്ങളുമാണോ ഞാൻ സ്വയം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ണിലൂടെ കഴിക്കുന്ന ആഹാരം ഈ കണ്ണുകൊണ്ട് കാണേണ്ടത് തന്നെയാണോ കാണുന്നത്? കാതിലൂടെ കഴിക്കുന്ന ആഹാരം കേൾക്കേണ്ടത് തന്നെയാണോ കേൾക്കുന്നത്? നാവിലൂടെ സ്വീകരിക്കുന്ന ആഹാരം രുചിക്ക് മാത്രമാണോ ഞാൻ കഴിക്കുന്നത്? അത് ഊർജമടങ്ങിയ ഭക്ഷണമാണ്. വിലയിരുത്തൂ, സ്വയം വിലയിരുത്തി നോക്കൂ. ഈ 41 ദിവസം ഒരു ട്രാഫിക് സിഗ്നൽ പോലെ ജീവിതയാത്രയിൽ സ്റ്റോപ്പ്, ചെക്ക് ആൻഡ് ചേഞ്ച്. ഒന്ന് നിന്ന് സ്വയം തിരിഞ്ഞു നോക്കി ഒരു പരിവർത്തനത്തിനുള്ള പച്ചക്കൊടി എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ലാഭം എടുക്കൂ. ജീവിതയാത്ര സുഗമമായി മുന്നോട്ട് പോകാൻ ഈ പരിവർത്തനം ആവശ്യമാണ്. ഓം ശാന്തി, ശാന്തി, ശാന്തി.
ശരിക്കേ ഇന്നത്തെ സത്സംഗം വളരെ ഞങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ആഹാരം എന്നുള്ളത് വെറുതെ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വ്രതം ഇരിക്കുന്നുണ്ട് കഴിക്കണമെന്ന്, പക്ഷേ അതിൽ ഇത്രയധികം അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി ബഹൻജി. ഓം ശാന്തി.